ഹായ് ഹലോ എല്ലാവർക്കും സിനീസ് ലേണിംഗ് ജേർണിയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സിനീസ് ലേണിംഗ് ജേർണി. അപ്പൊ നമ്മള് SSLC ഫിസിക്സ് 2025-26 സെക്കൻഡ് ചാപ്റ്റർ ആയ ലെൻസസ് അഥവാ ലെൻസുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അതിൽ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ എവിടെ വരെയാണ് എത്തി നിൽക്കുന്നത്? റേ ഡയഗ്രം അഥവാ പ്രതിബിംബ രൂപീകരണമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ ഒരെണ്ണം പഠിച്ചാണ് നിർത്തിയത്. അതായത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി അല്ലെ, വസ്തു അനന്തതയിലായിരിക്കുമ്പോഴുള്ള റേ ഡയഗ്രമാണ് നമ്മൾ പഠിച്ച് നിർത്തിയത് അല്ലെ. ഇനി നമുക്ക് അതിന്റെ ബാക്കി നോക്കാം. എല്ലാവരും ഇതുവരെയുള്ള ഭാഗം നല്ല വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും പദങ്ങൾ ടേംസ് ഒക്കെ നല്ലതുപോലെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ മാത്രം ഇതിലേക്ക് കടക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ട് നല്ല വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് വരിക. അപ്പൊ നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നോക്കിക്കേ, ഒബ്ജക്ട് ബിയോണ്ട് 2F, അതായത് വസ്തു എവിടെയാണ്? 2F-ന് പുറകിൽ. നോക്കിക്കേ, വസ്തു 2F-ന് പുറകിലാണ്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഒരു റേ വരുന്നു അല്ലേ. ഫസ്റ്റ് റേ വരുന്നു, ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ട് സമാന്തരമായിട്ട് ഒരു റേ വരുന്നു. സമാന്തരമായിട്ട് വന്നാൽ ആ റേ എങ്ങനെ കടന്നു പോകും എന്ന് പറഞ്ഞു. അപവർത്തനത്തിന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകും എന്ന് പറഞ്ഞു അല്ലേ. റേ കണ്ടോ? പോയി. അടുത്ത റേ വരുന്നു. അടുത്ത റേ എങ്ങോട്ടാണ് വരുന്നത്? ഒപ്റ്റിക് സെന്ററിലേക്കാണ് വരുന്നത്. നേരെ ഒപ്റ്റിക് സെന്ററിലേക്ക് വരുന്നു. എന്ത് സംഭവിക്കുന്നു? ഒരു മാറ്റവും ഇല്ല, അതുപോലെ കടന്നു പോകുന്നു അല്ലെ. അതുപോലെ തന്നെ കടന്നു പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? നോക്കിക്കേ, ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതല്ലേ, ഇവിടെയല്ലേ. അവിടെയാണ് എന്തെങ്കിലും കൂട്ടിമുട്ടുന്നിടത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. നോക്കിക്കേ, അപ്പോ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. റൈറ്റ് സൈഡിലാണെങ്കിൽ ഇമേജ് എങ്ങനെ ആയിരിക്കും? ഞാൻ പറഞ്ഞു ആർ എന്ന് പറഞ്ഞു തന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ആർ അതായത് റൈറ്റ് സൈഡിലാണെങ്കിൽ റിയൽ ഇമേജ് ആയിരിക്കും അല്ലെ. റൈറ്റ് സൈഡിലാണെങ്കിൽ റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജസ് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. യഥാർത്ഥ പ്രതിബിംബം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. തലകീഴായതായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. തലകീഴായത് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പ്രതിബിംബം ഉണ്ടായിരിക്കുന്നത് എവിടെയാന്ന് നോക്കിയേ, F-നും 2F-നും ഇടയിലാണ് പ്രതിബിംബം ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. ഇമേജ് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? F-നും 2F-നും ഇടയിൽ അല്ലെ. ഇൻ ബിറ്റ്വീൻ F ആൻഡ് 2F അല്ലെ. ഇനി അത് എങ്ങനെയുള്ളതാണ്? ഇമേജ് ചെറുതാണ് അല്ലെ. നോക്കിക്കേ, ഇതിനേക്കാളും ചെറുതാണ് അല്ലെ. സ്മോൾ ആണ്, സ്മോൾ ഇമേജ് ആണ് അല്ലെ. നിങ്ങൾ ഇത് എഴുതണം. അതായത് ചിലപ്പോൾ നമുക്ക് ഈ റേ ഡയഗ്രം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. അതായത് നമുക്ക് റേ ഡയഗ്രം വരയ്ക്കാൻ ചോദിക്കാം. അതല്ലെങ്കിൽ ഒബ്ജക്റ്റ് ബിയോണ്ട് 2F ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എങ്ങനെയായിരിക്കാം എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇതിൽ തന്നെ 1 മാർക്കിന് മാച്ച് ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, നെയിം ദ ഫോളോയിങ് ചോദിക്കാം, ഫില്ലപ്പ് ആയിട്ട് ചോദിക്കാം, അങ്ങനെ എല്ലാം ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഒന്നും തന്നെ ഇതിലുള്ള ഒരു പോയിന്റ് നിസ്സാരമായിട്ട് കളയരുത്. മനസ്സിലാക്കി പഠിക്കുക. കാണാപ്പാടം ഒന്നും പഠിച്ചു വെക്കരുത്. ഒബ്ജക്റ്റ് ബിയോണ്ട് 2F ആണെങ്കിൽ F-നും 2F-നും ഇടയിൽ ചെറിയ ഇമേജ് വരും, അങ്ങനെയൊന്നും പഠിച്ചു വെക്കരുത്. ഇത് കൺസെപ്റ്റ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യമേ തന്നെ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് റേ ഡയഗ്രം വരയ്ക്കാൻ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പം ഒബ്ജക്ട് ബിയോണ്ട് 2F മനസ്സിലായല്ലോ. ഇവിടെ നോക്കിക്കേ, ഒബ്ജക്ട് അറ്റ് 2F, വസ്തു എവിടെയാണ്? 2F-ലാണ്. നോക്കേ, അപ്പൊ നമ്മൾ നോക്കിക്കേ, ഫസ്റ്റ് റേ വരുന്നത്, ഫസ്റ്റ് റേ സമാന്തരമായിട്ട് വരുന്നു. സമാന്തരമായിട്ട് വന്ന് പതിക്കുന്ന രശ്മി, റേ ഓഫ് ലൈറ്റ് എതിലേക്കൂടെ കടന്നു പോകും? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നേ. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നുപോയി, മുഖ്യ ഫോക്കസിലൂടെ. ഒന്നാമത്തെ റേ. രണ്ടാമത്തെ റേ നോക്കിക്കേ, നേരെ ഒപ്റ്റിക് സെന്ററിലേക്ക് വരുന്നു അല്ലെ. ഒപ്റ്റിക് സെന്ററിലേക്ക് വന്നു, ഒരു വ്യത്യാസമില്ല, അങ്ങനെ കടന്നുപോയി. നോക്കേ, അപ്പൊ ഇത് രണ്ടും കൂട്ടിമുട്ടുന്നിടത്തല്ലേ ഇമേജ് ഫോം ചെയ്യുക. അപ്പൊ കൂട്ടിമുട്ടിയ പോയിന്റ് ഇവിടെയാണ്, അവിടെ ഇമേജ് ഫോം ചെയ്തു. ഇവിടെ റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. റൈറ്റ് സൈഡില്
ഇവിടെ റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് എഴുതാം. ഫോം ചെയ്ത ഇമേജിന്റെ സവിശേഷതകൾ എന്ന് എഴുതാം. റൈറ്റ് സൈഡിലാണെങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കും? റൈറ്റ് സൈഡിലാണെങ്കിൽ ആർ ആർ, അതായത് റൈറ്റ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ എന്താണ്? റിയൽ ഇമേജ് ആണ് അല്ലെ. റിയൽ ഇമേജ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. റിയൽ ഇമേജ് എന്താണ്? എപ്പോഴും എങ്ങനെ ആയിരിക്കും? തലതിരിഞ്ഞതായിരിക്കും അല്ലെ, ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പൊ കിട്ടിയ ഇമേജ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്, തലതിരിഞ്ഞത്, തലകീഴായതാണ്. പിന്നെ എന്താണ്? എവിടെയാണ് പ്രതിബിംബം നമുക്ക് ലഭിച്ചത്? ഇമേജ് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? 2F അല്ലെ ഫോം ചെയ്തിരിക്കുന്നത്. ഇമേജ് ഫോംഡ് അറ്റ് 2F അല്ലെ. 2F ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയുള്ളതാണ് ഇമേജ്? നോക്കിക്കേ, സെയിം സൈസിലുള്ളതാണ് ഇമേജ് അല്ലെ. ഒരു വ്യത്യാസമുള്ള സെയിം സൈസിലുള്ള ഇമേജ് ആണ്, ഒരേ വലുപ്പത്തിലുള്ള ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് 2F, അതായത് വസ്തു 2F ഉള്ള റേ ഡയഗ്രാം കണ്ടല്ലോ. അപ്പൊ കിട്ടിയ ഇമേജിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകത സവിശേഷതകൾ മനസ്സിലായല്ലോ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റേ ഡയഗ്രാം ആണ് ഇത് കേട്ടോ. നോക്കിക്കേ, ഇവിടെ വസ്തു ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് 2. ഇവിടെ നോക്കിക്കേ, ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F, അതായത് വസ്തു എവിടെയാണ്? എഫിനും 2F ഇടയിലാണ് വസ്തു അല്ലെ. നിങ്ങൾക്ക് കാണാമല്ലോ വസ്തു ഇരിക്കുന്നത് അല്ലെ, ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഫസ്റ്റ് റേ വരുന്നു, സമാന്തരമായിട്ട് പാരലായിട്ട് വരുന്നു അല്ലെ. പാരലായിട്ട് വരുന്നു. ഓഫ് കോഴ്സ് അത് എവിടെ കൂടെ കടന്നു പോകും? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും അല്ലെ. സമാന്തരമായിട്ട് വരുന്ന റേ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നുപോയി. അതുപോലെ തന്നെ സെക്കൻഡ് റേ നോക്കിക്കേ, ഒപ്റ്റിക് സെന്ററിലേക്ക് വരുന്നു. അതൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ, യാതൊരു ഡീവിയേഷനും സംഭവിക്കാതെ നേരെ കടന്നു പോകുന്നു അല്ലെ. അപ്പൊ നോക്കേ, കൂട്ടിമുട്ടിയ ഭാഗത്ത്, ഇവിടെയിലെ കൂട്ടിമുട്ടിയ ഭാഗത്ത് എന്ത് ഫോം ചെയ്തു? പ്രതിബിംബം രൂപീകരണം ഉണ്ടായി. എന്ത് ഫോം ചെയ്തു? പ്രതിബിംബം രൂപീകരിച്ചു അല്ലെ, അതായത് ഇമേജ് ഫോം ചെയ്തു. നോക്കിക്കേ, ഇനി നമുക്ക് ആ ഇമേജസിന്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. അതായത് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ ഇമേജ് ഫോം ചെയ്തത്? റൈറ്റ് സൈഡിലാണ് അല്ലെ. റൈറ്റ് സൈഡിലാണെങ്കിൽ ആ ഇമേജ് എന്തായിരിക്കും? ആർ ആർ. ഞാൻ പറഞ്ഞു ആർ ആർ, ഇത് എപ്പോഴും ഓർക്കുക. റൈറ്റ് സൈഡിലാണെങ്കിൽ ആർ ആർ, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ LB. ഇത് ഓർത്ത് വെച്ചില്ല. അപ്പൊ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് ഇത് എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും അല്ലെ, യഥാർത്ഥ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജ് ആയിരിക്കുമ്പോൾ അത് എങ്ങനെ ആയിരിക്കും? നാം പറഞ്ഞു തലകീഴായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലെ. തലകീഴായിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. ഇനി എവിടെയാണ് പ്രതിബിംബം രൂപമായതെന്ന് നോക്കിക്കേ. 2F പുറകിലല്ലേ, അതായത് 2F അപ്പുറം അല്ലെ. 2F പുറകിൽ, ബിയോണ്ട് 2F അല്ലെ. ബിയോണ്ട് 2F അല്ലെങ്കിൽ 2F പുറകിൽ. ഇനി അത് എങ്ങനെയാണ് ആ ഇമേജ്? നോക്കിക്കേ, സൈസ് നോക്കിക്കേ. ഇത് ചെറുതും ഇതിനേക്കാൾ വലുതല്ലേ, വസ്തുവിനേക്കാൾ വലിയ ഇമേജ് അല്ലേ ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ ലാർജ് ഇമേജ് ആണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. സവിശേഷതകൾ മനസ്സിലായില്ലേ? റേ ഡയഗ്രാം വരയ്ക്കുന്ന മനസ്സിലായില്ലേ? ഇതനുസരിച്ച് നിങ്ങൾ വരച്ചു നോക്കണം കേട്ടോ, വരച്ച് പഠിക്കണം ഇത് കേട്ടോ. വരച്ച് തന്നെ റേ ഡയഗ്രാം പഠിക്കണം, വരച്ചിട്ട് അതിന്റെ സവിശേഷതകൾ എഴുതാൻ പഠിക്കണം കേട്ടോ. അപ്പൊ ഒബ്ജക്ട് ബിറ്റ്വീൻ F ആൻഡ് 2F മനസ്സിലായല്ലോ. അത് നോക്കിക്കേ, ഒബ്ജക്ട് അറ്റ് F, വസ്തു എവിടെയാണ്? F-ലാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വസ്തു F-ൽ ഇരിക്കുന്നു. ഫസ്റ്റ് റേ ഓഫ് ലൈറ്റ് സമാന്തരമായിട്ട് വരുന്നു. അപവർത്തനത്തിന് ശേഷം ഇതിലെ കൂടി കടന്നു പോകും? F-ലൂടെ അല്ലെ, മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, നേരെ കടന്നുപോയി. അടുത്ത സെക്കൻഡ് റേ വരുന്നു. ഏതിലേക്കൂടെ പോകും? ഒപ്റ്റിക് സെന്ററിലൂടെ പോകും അല്ലെ. അതും ഒരു ഡീവിയേഷനും സംഭവിക്കാതെ നേരെ പോയി. ഇത് നോക്കിക്കേ, ഈ രണ്ട് ലൈൻസും എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? കൂട്ടിമുട്ടുന്നില്ല. കൂട്ടിമുട്ടുമ്പോഴല്ലേ ഇമേജ് ഫോം ചെയ്യുന്നത്. ഇവിടെ കൂട്ടിമുട്ടുന്നില്ല അല്ലെ, അപ്പൊ ഇമേജും ഫോം ചെയ്യുന്നില്ല അല്ലേ. അങ്ങനെയാണോ? അല്ല. അതായത് നമ്മുടെ ഫിസിക്സില് പാരലൽ ലൈൻസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ, അനന്തതയിൽ, ഇൻഫിനിറ്റിയിൽ, അതാണ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട്, അതായത് ഇൻഫിനിറ്റിയിൽ, അനന്തതയിൽ എവിടെയെങ്കിലും ഇത് കൂട്ടിമുട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ വസ്തുവിന്റെ ഈ ഇമേജ് എവിടെയായിരിക്കും ഉണ്ടാകുന്നത്? അനന്തതയിലായിരിക്കും അല്ലെ, ഇൻഫിനിറ്റിയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത് അല്ലെ.
മനസ്സിലായോ? വസ്തു എഫിലായിരിക്കുമ്പോ, ഒബ്ജക്റ്റ് എഫിലായിരിക്കുമ്പോ ഇമേജ് എവിടെയായിരിക്കും? ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് എവിടെയായിരിക്കും? ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. പാരലായിട്ട് പൊക്കോണ്ടിരിക്കുകയല്ലേ? അപ്പോ എവിടെയോ അനന്തതയിൽ എവിടെയോ ഇത് കൂട്ടുമുട്ടുമെന്നും അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് നമ്മളങ്ങ് ഇമാജിൻ ചെയ്യുന്നപ്പോ വസ്തു എഫിലായിരിക്കുമ്പോൾ എവിടെയായിരിക്കും? അനന്തതയിലായിരിക്കും ഇമേജ് രൂപപ്പെടുക. അടുത്ത നോക്കിക്കേ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അവസാനത്തെ കോൺവെക്സ് ലെൻസിന്റെ നമുക്ക് അവസാനത്തെ 6ാമത്തെ പ്രതിബിംബ രൂപീകരണം. ഓക്കെ, അതെവിടെയാണ്? ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. ഒബ്ജക്റ്റ് എവിടെയാണ്? വസ്തു എവിടെയാണ്? എഫിനും ഒയ്ക്കും ഇടയിൽ, അതായത് പ്രിൻസിപ്പൽ ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിലാണ് വസ്തു ഇരിക്കുന്നത്. കണ്ടോ? അപ്പൊ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതേ നോക്കിക്കേ, ഫസ്റ്റ് റേ വരുന്നു, പാരലായിട്ട് വരുന്നു, അപവർത്തനത്തിന് ശേഷം അത് എവിടെ കൂടെ കടന്നു പോകും? ദേ ഇങ്ങനെ കടന്നുപോയി അല്ലെ? മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ റേ വരുന്നത് ഫസ്റ്റ് വൺ, ഇത് രണ്ടാമത്തെ റേയിലൂടെയാണ് പോകുന്നത്, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്നത് അല്ലെ? ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു വരുന്ന റേ എന്ത് സംഭവിക്കുന്നു? യാതൊരു വ്യതിയാനോ ഡീവിയേഷൻ ഒന്നും തന്നെ ഇല്ലാതെ നേരെ കടന്നു പോകുന്നു അല്ലെ? ഇത് നോക്കിക്കേ. അപ്പൊ നോക്കിക്കേ, ഈ രണ്ട് ലൈൻസും അകന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ? നോക്കിക്കേ, അകന്നു പോവുക. അപ്പൊ ഇത് എവിടെയെങ്കിലും കൂട്ടിമുട്ടോ? ഇല്ല, ഒരിടത്തും കൂട്ടിമുട്ടുന്നില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കിയാ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് അങ്ങ് അവിടുന്ന് ഒരു പോയിന്റിൽ നിന്ന് ഈ റേസ് വരുന്നതായിട്ട് എനിക്ക് തോന്നും. അതായത് ഞാൻ ഇവിടെ നിന്ന് നോക്കിയാന്ന് വെച്ചോ, കണ്ട, ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നു. കാരണം അത് നിങ്ങളന്ന് വിചാരിച്ചോളാം. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് റേയിലെ ഇത് ഒരു പോയിന്റിൽ നിന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നിയാ. അപ്പം ആ പോയിന്റിലായിരിക്കില്ലേ ഇമേജ് ഫോം ചെയ്യുക? അപ്പൊ ആ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെയാണ്. പോയിന്റ് എവിടെയാണ്? 2F പുറകിലാണ്. കണ്ടോ? അപ്പൊ ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്യുക. അപ്പൊ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സവിശേഷതകൾ, ഉണ്ടാകുന്ന ഇമേജിന്റെ സവിശേഷതകൾ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ? എവിടെയാണ് ഇമേജ്? അപ്പൊ എവിടെയാണ് ഫോം ചെയ്തത്? ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ LV അല്ലെ? ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് എന്താണ്? വിർച്വൽ ഇമേജ് ആണ് അല്ലെ? ഉണ്ടായ ഇമേജ് എന്താണ്? വിർച്വൽ ഇമേജ് ആണ്. വിർച്വൽ ഇമേജ് ഇസ് ഓൾവേസ് മിഥ്യാപ്രതിബിംബം എങ്ങനെ ആയിരിക്കും? വിർച്വൽ ഇമേജ് ഇസ് ഓൾവേസ് എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും അല്ലെ? നിവർന്നതായിരിക്കും ഇങ്ങനെ അല്ലെ? അടുത്ത പ്രത്യേകത നോക്കിക്കേ, എവിടെയാണ് പ്രതിബിംബം ഉണ്ടായത്? എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്? 2F പുറകിലല്ലേ? ബിയോണ്ട് 2F. കണ്ടോ? അതുപോലെ തന്നെ ആ പ്രതിബിംബം എങ്ങനെയാണ്? വലുതാണ് അല്ലെ? ഇത് നോക്കിക്കേ, വലിയ ഇമേജ് ആണ് അല്ലെ? അപ്പോ ലാർജ് ഇമേജ് ആണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പോ മനസ്സിലായല്ലോ? ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ മനസ്സിലായല്ലോ? ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് വരുന്നതായിട്ട് തോന്നുന്നു. ആ പോയിന്റിലാണ് ഇമേജ് ഫോം. ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ. ചിലപ്പോൾ ചോദിക്കാം, ഒരു കോൺവെക്സ് ലെൻസിൽ ഉണ്ടായ പ്രതിബിംബം നിവർന്നതും വലുതുമാണ്, അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് എവിടെയാണ്? അങ്ങനെയൊക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞില്ല, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം, മാക്സോപോളജി ചോദിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ലെൻസ് തന്നിട്ട് ഇങ്ങനെ തരും, ഒപ്റ്റിക് സെന്റർ F 2F ഇങ്ങനെ തരും. എന്നിട്ട് ഇതിന്റെ റേ ഓഫ് ലൈറ്റ് വരുന്നു, ഇതിങ്ങനെ പകുതി വെച്ച് നിർത്തിരും. ഇതിന്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറയും. കംപ്ലീറ്റ് ദ ഡയഗ്രാം എന്ന് പറഞ്ഞ് ചോദിക്കാം. ഈ ഡയഗ്രാം പൂർത്തീകരിക്കാന്ന് പറഞ്ഞ് ചോദിക്കാം. അങ്ങനെ ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ ചോദിക്കും. നമുക്ക് നിങ്ങളുടെ എക്സാമിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നാലും എനിക്ക് ഇനിയും അധികം വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ ബൈ.